ഇറാനിൽ ഈ പ്രക്ഷോഭം എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ 40 വർഷം, അതായത് ഇസ്ലാമിക കൾച്ചറൽ റവല്യൂഷൻ എന്നവർ അവകാശപ്പെടുന്നതിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ചരിത്രപരമായ പ്രതിഷേധമാണ്. ഇറാനിയൻ ഗവൺമെൻറ് വീക്കാണ്. എന്താണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ വരാൻ പോവുകയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം ആരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറില്ല. ഏത് സമയവും അമേരിക്ക അവിടെ ഇടപെടും, മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടും. ആ ഭയമാണ് ഇതിൻ്റെ കാര്യം. അവർ പറയുന്ന അവരിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ഇസ്രായേൽ ഇത്രയും അടി കൊടുത്തപ്പോൾ എവിടെ പോയാൽ ന്യൂക്ലിയർ വെപ്പൺസ്? ഒരു കാര്യം ഞാൻ പറയാം, ഇറാനിപ്പം എത്ര നാൾ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും? വളരെ കുറച്ച് നാളുകളെ പറ്റത്തുള്ളൂ. ഇതോടുകൂടി ഈ സംഭവം, ഈ പ്രക്ഷോഭം അവർ അടിച്ചമർത്തും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ചോദ്യചിഹ്നമല്ല, നാശത്തിലേക്ക് പോവുകയാണ്. ഇത്രമാത്രം കഠിനമായ രീതിയിലുള്ള എല്ലാ ഇസ്ലാമിക മതത്തെ മുന്നിൽ നിർത്തി ഭരിച്ച ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ അവസാനം കുറിക്കുമ്പോഴും മനസ്സിലാക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് പോവുകയാണ്. ഇതോടുകൂടി ഇസ്ലാമികമായിട്ടുള്ള ഹാർഡ് കോർ ആ ഭരണകർത്താക്കളും ആ ഭരണരീതിയും ആ സംഭവം ലോകത്തില്ലാതാകും. അതോടുകൂടി ലോകത്ത് പല രാജ്യങ്ങളിലും ഇതേപോലെ സംഭവിക്കും. കാരണം ഡിജിറ്റൽ ലോകമാണ്. ജനങ്ങൾക്ക് മനസ്സിലായ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നാണ്. ആ സ്വാതന്ത്ര്യം അനുഭവിച്ചവർ, അത് കിട്ടിയവർ ഒരു കാരണവശാലും മതപരമായ സംഭവത്തിലോട്ട് പിന്നെ തിരിച്ചു പോകത്തില്ല. മതത്തിൻ്റെ രീതിയിൽ അങ്ങ് മാറി നിന്നാലും പൊളിറ്റിക്സ് വേറെ, ജനങ്ങളുടെ പൊളിറ്റിക്സ് വേറെ, എക്കോണമി വേറെ, സാമ്പത്തികം വേറെ, അതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന ഈ സമ്പ്രദായം ഇറാനിയൻ ഭരണകൂടം വീഴുമ്പോൾ അത് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സിഗ്നലായിരിക്കും. പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യ, അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ആയിരിക്കും ഈ സാധനം ഇല്ലാതാകും. എത്രമാത്രം വെടിവെച്ച് കൊന്നാലും, ജനങ്ങളെ എത്ര ഭീതിപ്പെടുത്തിയാലും ഇതിനൊക്കെ ഒരു പരിസമാപ്തിയുണ്ട്. അതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ടെക്നോളജി അവർ ഇലക്ട്രിസിറ്റിയും മറ്റുള്ള സംഭവങ്ങൾ, ഇലക്ട്രിസിറ്റി നിർത്തിയതിൻ്റെ കാരണം അവരുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ അത് ഇലക്ട്രിസിറ്റി ഇല്ല എങ്കിൽ അവർക്ക് ഇൻ്റർനെറ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ കണ്ടു കാണും, അവരുടെ മൊബൈൽ അതിൻ്റെ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രതിഷേധക്കാരും പ്രക്ഷോഭകാരികളും തെരുവിലോട്ട് ഇറങ്ങിയത്. അതാണ് പ്രതിഷേധം എന്ന് പറയുന്നത്.